ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ദശമസ്കന്ധം 34-ാം അധ്യായമാണ് ഇനി അടുത്തത്. മഹാത്മാക്കൾ പറയുന്ന ഭാഗവത ഹൃദയമായ രാസക്രീഡ എന്ന പ്രകരണത്തിന് ശേഷം ശ്രേഷ്ഠ ഗുരുവായിട്ടുള്ള ശ്രീ ശുക ബ്രഹ്മർഷി ഇനി രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് നന്ദമോക്ഷവും ചന്ദ്രചൂഡ വധവുമാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഒരിക്കൽ നന്ദാദി ഗോപന്മാർ വൃന്ദാവനത്തിന് കുറച്ചകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അംബികാവനത്തിലേക്ക് യാത്രയാവുകയാണ്. അവിടെയുള്ള ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം ദർശനത്തിനായി രാമകൃഷ്ണന്മാരോടും കൂടി മറ്റ് ഗോപന്മാരോടുമെല്ലാം കൂടി അവിടെ എത്തിച്ചേർന്നു. അവിടെ സരസ്വതീ നദിയിൽ സ്നാനം ചെയ്ത് പാർവതീ പരമേശ്വരന്മാരെ ഭക്തിയോടുകൂടി പൂജിക്കുകയാണ് ഏവരും ചേർന്ന്. ഇവിടെ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന് യാതൊരു രീതിയിലുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിലും മനുഷ്യ വേഷം പൂണ്ട ഭഗവാൻ ഇവിടെ ആചാര അനുഷ്ഠാനങ്ങളും പൂജകളും എല്ലാം നമുക്കായിട്ട് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ആ ജന്മത്തിനെ സഫലമാക്കാനായിട്ട് പ്രയത്നിക്കേണ്ടത് എന്നെല്ലാം. മാത്രമല്ല ഭഗവാൻ ഇവിടെ പല വിധത്തിലുള്ള ദാനധർമ്മങ്ങളും ചെയ്യുന്നുണ്ട് ഏവരും ചേർന്ന്. ശ്രീ മഹാദേവൻ തങ്ങളെ പ്രസാദിക്കട്ടെ എന്ന സങ്കല്പത്തോടെ വ്രതം അനുഷ്ഠിച്ചും കൊണ്ട് അവർ ആഭരണങ്ങൾ, പശുക്കൾ, സ്വർണം, വസ്ത്രങ്ങൾ, മധുരാന്നം ഇവയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർത്ഥയാത്രകൾ, നമ്മളൊക്കെ ധാരാളം തീർത്ഥയാത്രകൾ ചെയ്യണവരാണല്ലോ. അങ്ങനെ ആ തീർത്ഥസ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ച് യഥേഷ്ടം ദാനധർമാദികൾ ചെയ്താൽ കൂടുതൽ പുണ്യം നേടാൻ സാധിക്കും എന്നുള്ള ആ ഒരു ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഇവിടെ നമുക്കായിട്ട് കാണിച്ചു തരുന്നത്. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് അന്ന് രാമകൃഷ്ണന്മാരും ഗോപന്മാരും ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള വനത്തിൽ ജലം മാത്രം ആഹരിച്ചും കൊണ്ട് ഉറങ്ങാണ്ട് കഴിച്ചുകൂട്ടി. ഈ സമയം അവിടെ ഒരു പെരുമ്പാമ്പ് വന്ന് നന്ദഗോപരുടെ കാലിൽ പിടിച്ച് വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് ഭയം കൊണ്ട് നന്ദഗോപര് ഉറക്കെ കൃഷ്ണ കൃഷ്ണ ഉണ്ണി, ഈ സർപ്പം എന്നെ വിഴുങ്ങണു, എന്നെ രക്ഷിക്കൂ, എന്നെ ഇതിൽ നിന്നും മോചിപ്പിക്കൂ എന്ന് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. ഇത് കേട്ട് പരിഭ്രമിച്ച് ഗോപന്മാർ തീക്കൊള്ളിയൊക്കെ എടുത്ത് ഈ സർപ്പത്തിനെ അടിക്കുകയും മറ്റും ചെയ്യുകയാണ്. പക്ഷേ എന്നിട്ടും ഈ പെരുമ്പാമ്പ് നന്ദഗോപരെ വിട്ടില്ല. അപ്പോൾ അവിടെ സർവചരാചരങ്ങളെയും രക്ഷിക്കുന്ന ഭഗവാൻ എത്തി തൻ്റെ ആ തൃപ്പാദം കൊണ്ട് ആ സർപ്പത്തിനെ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അവിടെ പെട്ടെന്ന് ഒരു അത്ഭുതം ഉണ്ടാവുകയാണ്. ഈ ഭഗവാന്റെ ഐശ്വര്യസമ്പന്നമായിട്ടുള്ള ആ പാദസ്പർശം ഏറ്റ ഉടനെ സകല വിധമായിട്ടുള്ള പാപങ്ങളും നശിച്ച് ആ സർപ്പശരീരം വെടിഞ്ഞ് അതിൽ നിന്നും ഉത്കൃഷ്ടനായ ഒരു വിദ്യാധരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വിദ്യാധരൻ ഭഗവാന്റെ കാൽക്കൽ വീണ് വണങ്ങി തിളങ്ങുന്ന സ്വരൂപത്തോടെ പൊന്മാലയൊക്കെ അണിഞ്ഞ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സുന്ദരനായിട്ടുള്ള വിദ്യാധരനോട് സർവജ്ഞനായ പാപഹരനായിട്ടുള്ള ഭഗവാൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? എങ്ങനെയാണ് ഈ പെരുമ്പാമ്പിൻ്റെ ശരീരം അവിടത്തേക്ക് ലഭിച്ചത്? അപ്പോൾ ഈ വിദ്യാധരൻ പറയാൻ തുടങ്ങി,
ഞാൻ സുദർശനൻ എന്നു പേരുള്ള ഒരു വിദ്യാധരനാണ്. തൻ്റെ സൗന്ദര്യ സമൃദ്ധിയോട് ഇരിക്കണ ആ സമയത്ത് ഒരിക്കൽ ഞാൻ വിമാനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ സൗന്ദര്യം കൊണ്ട് അഹങ്കരിച്ച ഞാൻ അങ്കിരസ് മഹർഷിയുടെ ഗോത്രത്തിലുള്ള മഹർഷിമാരെ കാണാൻ ഇടയായി. എന്നിട്ട് അവരെ പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ ആ മഹർഷിമാരുടെ ശാപം കൊണ്ടാണ് എനിക്ക് ഈ സർപ്പജന്മം കിട്ടിയത് എന്ന് ഇവിടെ ഭഗവാനോട് വിദ്യാധരൻ പറയുകയാണ്. വളരെ നശ്വരമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവർക്ക് ഏത് രീതിയിലാണ് നാശമുണ്ടാവുക, അധപതനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തുച്ഛമായ ഗുണങ്ങളിൽ ഭ്രമിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇത്. ഏതായാലും ഇതെല്ലാം വിദ്യാധരൻ മനസ്സിലാക്കി ഈ ഒരു ശാപം കിട്ടിയ സമയത്ത് അങ്ങനെ അദ്ദേഹം പറയുകയാണ്, കാരുണ്യവാന്മാരായിട്ടുള്ള ആ മഹർഷിമാർ തന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് ശപിച്ചത്. കാരണം നിന്തിരുവടിയുടെ തൃപ്പാദ സ്പർശം കൊണ്ട് എൻ്റെ സകല പാപങ്ങളും നശിച്ചുവല്ലോ. അപ്പോൾ മഹാത്മാക്കളുടെ ശാപം എപ്പോഴും ഒരു അനുഗ്രഹമാണ്. ഇനി അവരെ നമ്മൾ എത്ര ഉപദ്രവിച്ചാലും ആ മഹാത്മാക്കൾ അവർക്ക് നമ്മളോട് കാരുണ്യമുള്ളൂ. അതുകൊണ്ടാണ് അവരെ മഹാത്മാക്കൾ എന്ന് പറയുന്നത് തന്നെ, അല്ലേ? ഇനി ഈ വിദ്യാധരൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് ശരണം പ്രാപിക്കുകയാണ്. സന്താപനാശകനായിട്ടുള്ള ഭഗവാനോട് യാത്രാ അനുവാദം ചോദിക്കുകയാണ്. ഇവിടെ പാപമോചിതനായിട്ടുള്ള വിദ്യാധരൻ ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണ 2-3 ശ്ലോകങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രപന്നോസ്മി മഹായോഗിൻ മഹാപുരുഷ സത്പതേ അനുജാനീഹി മാം ദേവ സർവലോകേശ്വരേശ്വര. അതായത്, ഹേ യോഗേശ്വര, ഹേ പുരുഷോത്തമ, ഹേ ഭക്തി പരിപാലക, സകല ലോകനാഥന്മാരുടെയും നാഥനായ സ്വയം പ്രകാശമൂർത്തെ, ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നെ അവിടുന്ന് അനുഗ്രഹിച്ചാലും എന്ന് ആ ഒരു 2-3 ശ്ലോകങ്ങളിൽ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണു. ഇവിടെ പിന്നീട് പറയുകയാണ്, ഹേ അച്യുത, നിൻ തിരുവടിയുടെ ദർശനം നിമിത്തം ഉടൻ ഞാൻ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് വിമുക്തനായി. യാതൊരു നിന്തിരുവടിയുടെ തിരുനാമത്തെ മാത്രം ഉച്ചരിക്കുന്നവൻ ഒന്നൊഴിയാതെയുള്ള ശ്രോതാക്കളെയും ആത്മാവിനെ തന്നെയും കാലതാമസമെന്നിയെ ശുദ്ധീകരിക്കുന്നുവോ ആ നിന്തിരുവടിയുടെ പാദത്താൽ തന്നെ സ്പർശിക്കപ്പെട്ടവൻ പിന്നെയുണ്ടോ ശുദ്ധനാവാതിരിക്കുന്നു, ശുദ്ധനാവുമല്ലോ എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് ഇങ്ങനെ സുദർശനൻ എന്ന ആ വിദ്യാധരൻ ശ്രീകൃഷ്ണനോട് ഭഗവാനോട് യാത്ര ചോദിച്ച് വീണ്ടും പ്രദക്ഷിണം വെച്ച് വണങ്ങി അങ്ങനെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ തിരുനാമം സകല പാപങ്ങളെയും നശിപ്പിക്കും എന്ന് ഉള്ള ഒരു കാര്യം കൂടി നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് അതായത് ഭഗവാന്റെ മാഹാത്മ്യം ഇതിലൂടെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് അത്യധികം ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നന്ദഗോപരും ഗോപന്മാരും ഒക്കെ അവിടെ അത് നോക്കി നിൽക്കുകയാണ്. അംബികാവനത്തിലെ ആ വ്രതം പൂർത്തീകരിച്ച് ശ്രീകൃഷ്ണനോടുള്ള ആദരവും ഭക്തിയും വീണ്ടും വീണ്ടും കൂടുതലായിട്ട് തോന്നിയ അവർ ഇപ്പോൾ സംഭവിച്ച ഈ കഥ തന്നെ സ്മരിച്ച് അതിനെക്കുറിച്ച് പരസ്പരം സംസാരിച്ച് തിരിച്ച് ഗോകുലത്തിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ രാമകൃഷ്ണന്മാർ വ്രജത്തിൽ ഗോപസ്ത്രീകൾ ഒന്നിച്ച് ഇങ്ങനെ വിഹരിക്കുകയാണ്. ഗോപികൾ അത്യധികം പ്രേമത്തോടുകൂടി അവരെ പുകഴ്ത്തി അവരെ പാടുകയാണ്. ഇനി രാമകൃഷ്ണന്മാരോ അവരെ വിമലമായ വസ്ത്രം ധരിച്ച് വനമാലയെല്ലാം അണിഞ്ഞ് കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞ് എന്താ പറയുക ഉദിച്ചിരിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളോടും കൂടിയവരായിട്ട് അവിടെ ആ ഭംഗിയായിട്ടുള്ള ആ ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ആ സന്ധ്യാസമയത്തെ സ്വാഗതം ചെയ്യാണ്.
സ്വര സമൂഹത്തിൻ്റെ ആരോഹണ അവരോഹണം പ്രയോഗിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഒരേ സമയം മധുരമായ ഗാനാലാപം ചെയ്ത് സർവപ്രാണികളുടെയും കരളിനും കാതിനും മംഗളമേകിക്കൊണ്ടിരിക്കുകയാണ്. ഗോപികളാണെങ്കിലോ ഇതെല്ലാം കേട്ട് ശരീരബോധമില്ലാണ്ട് അവരെ വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞു പോണു, തലമുടിക്കെട്ടൊക്കെ അഴിഞ്ഞ് അതിൽ പൂമാലയൊക്കെ വീണു. അങ്ങനെ ഈ പ്രേമ പാരവശ്യത്താൽ സ്വയം മറന്ന് അവർ ഈ ഗാനം ആസ്വദിച്ചും കൊണ്ട്, മധുരമായിട്ടുള്ള ഈ ഗാനം ആസ്വദിച്ചും കൊണ്ട് സ്വയം മറന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ വിനോദിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ശംഖചൂഡൻ എന്നു പേരുള്ള കുബേരഭൃത്യൻ അവിടെ വരുന്നത്. ഈ രാമകൃഷ്ണന്മാർ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ സ്ത്രീജനങ്ങളെ കട്ടുകൊണ്ട് വടക്ക് ദിക്കിലേക്ക് ഈ ശംഖചൂഡൻ ഓടുകയാണ്. അങ്ങനെ ഭയപ്പെട്ടും കൊണ്ട് ഗോപസ്ത്രീകൾ ഉറക്കെ കൃഷ്ണ രാമ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് കരയുകയാണ്, ഉറക്കെ വിളിച്ച് കരയുകയാണ്. ആ സമയത്ത് ഇവിടെ ഭഗവാൻ, അതായത് ഇവിടെ ഉദാഹരണമായിട്ട് പറയണത്, എങ്ങനെയാണോ ഈ കള്ളന്മാരിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളിൽ നിന്ന് പശുക്കളെ രക്ഷപ്പെടുത്താൻ അവയുടെ പിന്നാലെ ഓടണത്, അതുപോലെ ഈ ഭഗവാനും ബലരാമസ്വാമിയും ഈ ശംഖചൂഡന് പിന്നാലെ ഓടിത്തുടങ്ങുകയാണ്. എന്നിട്ട് ഓടുന്ന സമയത്ത് ഭഗവാൻ ഗോപികളെ സമാശ്വസിപ്പിക്കുകയാണ്. ഭയപ്പെടേണ്ട എന്നുള്ള ആ അഭയവാക്ക് ഉറക്കെ പറഞ്ഞുകൊണ്ട് 2 സല്യവൃക്ഷങ്ങളെ പിഴുതെടുത്ത് ഒന്ന് ബലരാമേട്ടൻ്റെ കയ്യിലും ഒന്ന് തൻ്റെ കയ്യിലും കൊടുത്ത്, തൻ്റെ കയ്യിലും പിടിച്ചും കൊണ്ട് ആ ഗന്ധർവൻ്റെ സമീപത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഈ ശംഖചൂഡൻ കാണുന്നത് തൻ്റെ അന്തകന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാർ ഓടി വരണതാണ്. അങ്ങനെ ഭയന്ന് വിറച്ച് ശംഖചൂഡൻ തനിക്ക് പ്രാണനെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് ഗോപസ്ത്രീകളെയൊക്കെ അവിടെ ഉപേക്ഷിച്ച് വീണ്ടും ഓടുകയാണ്. ഭഗവാനാണെങ്കിലോ ഗോപസ്ത്രീകളെ സംരക്ഷിക്കാൻ ബലരാമേട്ടനെ ഏൽപ്പിച്ച് ഈ ശംഖചൂഡന് പിന്നാലെ ഓടി. ഈ ശംഖചൂഡൻ്റെ ശിരസിൽ ഒരു തിളങ്ങണ രത്നമുണ്ട്. അതാണ് അവൻ്റെ അഹങ്കാരത്തിന് കാരണം. ആ ചൂടാരത്നത്തിനെ എടുക്കാനായിട്ട് ഭഗവാൻ ആ വൃക്ഷം കൊണ്ട് അവനെ വധിച്ച് ആ ചൂടാരത്നം എടുക്കുകയാണ്. ഈ നേരത്തെ നമ്മൾ കണ്ട ആ സൗന്ദര്യമതം പോലെ തന്നെയാണ് ഈ ധനമതം. അതായത് നമുക്കുള്ള ധനത്തിൽ നമ്മൾ അഹങ്കരിക്കുന്നത്. ആ ഒരു അഹങ്കാരത്തിനെയാണ് ഇവിടെ ശംഖചൂഡനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ധനം കൊണ്ട് മത്തരായി പല അധർമ്മങ്ങളും കാട്ടുന്നവരെ നമുക്കറിയാം അല്ലേ? അവരെല്ലാം ഭഗവാൻ ആ എന്തുകൊണ്ടാണോ അവർക്ക് അഹങ്കാരം ഉള്ളത് അത് അപഹരിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അവർക്ക് നാശവും ഉണ്ടാവും. അങ്ങനെ സൗന്ദര്യവും ധനവും നമുക്ക് അഹങ്കാരത്തെ വളർത്തും. ഈ രണ്ടും നമ്മൾ വളരെ സൂക്ഷിച്ചും കൊണ്ട് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് നാശം സംഭവിക്കും. നമ്മൾക്കുള്ള ഓരോ കഴിവുകളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കഴിവുകളും ഈശ്വരൻ തന്ന വരദാനമാണ്. അത് ഈശ്വരാർപ്പണമായിട്ട് തന്നെ അത് ചെയ്താൽ നമ്മൾ ഈ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ധനവും അല്ലെങ്കിൽ കഴിവുകളിലൊക്കെയുള്ള അഹങ്കാരം ഉണ്ടാവാതെ നമുക്ക് അതിനെ കൊണ്ട് നടക്കാം. അതുകൊണ്ടുള്ള നാശവും നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഇവിടെ ഭഗവാൻ എല്ലാവരും കാണുകെ, ഗോപസ്ത്രീകളും മറ്റ് എല്ലാവരും കാണുകെ ആ മിന്നിത്തിളങ്ങുന്ന ശിരോരത്നത്തെ സന്തോഷത്തോടെ തൻ്റെ ജ്യേഷ്ഠന് സമ്മാനിക്കുകയാണ്. ഈ ഒരു കഥയും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം, 34-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ഏവർക്കും സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ. ഭഗവാൻ സർവമംഗളങ്ങളും തന്നെ ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അഥ ചതുസ്ത്രിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. ഏകദാ ദേവയാത്രായാം ഗോപാലാ ജാതകൗതുകാഃ അനോഭിരനടുദ്യുക്തൈഃ പ്രയയുസ്തേऽംബികാവനം. തത്ര സ്നാത്വാ സരസ്വത്യാം ദേവം പശുപതിം വിഭും
ആനർച്ചുരർഹണൈർഭക്ത്യാ ദേവീം ച നൃപതേംബികാം. ഗാവോ ഹിരണ്യം വാസാംസി മധുമധ്വന്നമാദൃതാഃ. ബ്രാഹ്മണേഭ്യോ ദദുഃ സർവേ ദേവോ നഃ പ്രീയതാമിതി. ഊഷുഃ സരസ്വതീതീരെ ജലം പ്രാശ്യ ധൃതവ്രതാഃ. രജനീം താം മഹാഭാഗാ നന്ദസ്തു നന്ദകാദയഃ. കശ്ചിന്മഹാനഹിസ്തസ്മിൻ വിപിനേതി ബുഭുക്ഷിതഃ. യദൃച്ഛയാ ഗതോ നന്ദം ശയാനമുരഗോഗ്രസീത്. സ ചുക്രോശാഹിനാഗ്രസ്തഃ കൃഷ്ണകൃഷ്ണമഹാനയം. സർപ്പോ മാം ഗ്രസത്തെ താത പ്രപന്നം പരിമോചയ. തസ്യ ചാക്രന്ദിതം ശ്രുത്വാ ഗോപാലാഃ സഹസോത്ഥിതാഃ. ഗ്രസ്തം ച ദൃഷ്ട്വാ വിഭ്രാന്താഃ സർപ്പം വിവ്യധുരുൽമുഖൈഃ. അലാതൈർദഹ്യമാനോऽപി നാമുഞ്ചത്തമുരംഗമഃ. തമസ്പൃശത്പദാഭ്യേത്യ ഭഗവാൻ സാത്വതാംപതിഃ. സ വൈ ഭഗവതഃ ശ്രീമത്പാദസ്പർശഹതാശുഭഃ. ഭേജേ സർപ്പവപുർഹിത്വാ രൂപം വിദ്യാധരാർച്ചിതം. തമപൃച്ഛദൃഷീകേശഃ പ്രണതം സമുപസ്ഥിതം. ദീപ്യമാനേന വപുഷാ പുരുഷം ഹേമമാലിനം. കോ ഭവാൻ പരയാ ലക്ഷ്മ്യാ രോചതേദ്ഭുതദർശനഃ. കഥം ജുഗുപ്സിതാമേതാം ഗതിം പ്രാപിതോ വശഃ. സർപ്പ ഉവാച അഹം വിദ്യാധരഃ കശ്ചിത് സുദർശന ഇതി ശ്രുതഃ. ശ്രിയാ സ്വരൂപസമ്പത്യാ വിമാനേനാചരം ദിശഃ. ഋഷീൻ വിരൂപാനങ്കിരസഃ പ്രാഹസം രൂപദർപ്പിതഃ. തൈരിമാം പ്രാപിതോ യോനിം പ്രലബ്ധൈഃ സ്വേന പാപ്മനാ. ശാപോ മേനുഗ്രഹായൈവ കൃതസ്തൈഃ കരുണാത്മഭിഃ. യദഹം ലോകഗുരുണാ പദാസ്പൃഷ്ടോ ഹതാശുഭഃ. തം ത്വാഹം ഭവഭീതാനാം പ്രപന്നാനാം ഭയാപഹം. ആപൃച്ഛേ ശാപനിർമുക്തഃ പാദസ്പർശാദമീവഹൻ. പ്രപന്നോസ്മി മഹായോഗിൻ മഹാപുരുഷസത്തതേ. അനുജാനീഹി മാം ദേവ സർവലോകേശ്വരേശ്വര. ബ്രഹ്മദണ്ഡാൽ വിമുക്തോഹം സദ്യസ്തേച്യുതദർശനാൽ. യന്നാമ ഗൃഹന്നഖിലാൻ ശ്രോതॄനാത്മാനമേവ ച. സദ്യഃ പുനാതി കിം ഭൂയസ്തസ്യ സ്പൃഷ്ടഃ പദാഹിതേ. ഇത്യനുജ്ഞാപ്യദാശാർഹം പരിക്രമ്യാഭിവന്ദ്യ ച. സുദർശനോ ദിവം യാതഃ കൃച്ഛ്രാന്നന്ദശ്ച മൂചിതഃ. നിശാമ്യ കൃഷ്ണസ്യ തദാത്മവൈഭവം. വ്രജൗകസോ വിസ്മിതചേതസസ്തതഃ. സമാപ്യ തസ്മിൻ നിയമം പുനർവ്രജം. നൃപായയുസ്തത്കഥയന്താദൃതാഃ. കദാചിദഥ ഗോവിന്ദോ രാമശ്ചാദ്ഭുതവിക്രമഃ. വിജഹ്രതുർവനെ രാത്ര്യാം മധ്യഗൗ വ്രജയോഷിതാം. ഉപഗീയമാനൗ ലളിതം സ്ത്രീജനൈർബദ്ധസൗഹൃദൈഃ. സ്വലംകൃതാനുലിപ്താംഗൗ സ്രഗ്വിണൗ വിരജോംബരൗ. നിശാമുഖം മാനയന്താവുദിതോടുപതാരകം. മല്ലികാഗന്ധമത്താളിജുഷ്ടം കുമുദവായുനാ. ജഗതുഃ സർവഭൂതാനാം മനഃശ്രവണമംഗളം. തൗ കൽപ്പയന്തൗ ജുഗപൽ സ്വരമണ്ഡലമൂർച്ഛിതം. ഗോപ്യസ്തദ്ഗീതമാകർണ്യ മൂർച്ഛിതാ നാവിദൻ നൃപ. സ്രംസദ്ദുകൂലമാത്മാനം സ്രസ്തകേശസ്രജം തതഃ. ഏവം വിക്രീഡിതോ സ്വൈരം ഗായതോ സംഭ്രമത്തവൽ. ശംഖചൂഡ ഇതി ഖ്യാതോ ധനദാനുചരോഭ്യഗാൽ.
തയോർനിരീക്ഷതോ രാജം സ്തന്നാഥം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശ്യുദീച്യാമശങ്കിതഃ ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാഗാദസ്യുനാഗ്രസ്ത ഭ്രാതരാവന്വധാവതാം മാ ഭൈഷ്ടേത്യഭയാരാവൗ സാലഹസ്തൗ തരസ്വിനൗ ആസേദതുസ്തം തരസാ ത്വരിതം ഗുഹ്യകാധമം സവീക്ഷ്യതാവനുപ്രാപ്തൗ കാലമൃത്യു ഇവോദ്വിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢഃ പ്രാദ്രവജ്ജീവിതേച്ഛയാ തമന്വധാവദ്ഗോവിന്ദോ യത്ര യത്ര സധാവതി ജിഹീർഷുസ്തച്ഛിരോരത്നം തസ്ഥൗ രക്ഷൻ സ്ത്രിയോ ബലഃ അവിദൂര ഇവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മനഃ ജഹാരമുഷ്ടിനൈവാംഗ സഹ ചൂഡാമണിം വിഭുഃ ശംഖചൂഡം നിഹത്യൈവം മണിമാദായ ഭാസ്വരം അഗ്രജായാ ദദാൽ പ്രീത്യ പശ്യന്തീനാം ച യോഷിതാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശംഖചൂഡവധോ നാമ ചതുസ്ത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.